ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഇഗ്നോ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇഗ്നോയിൽ 2021 ജനുവരി സെക്ഷനിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ലിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇഗ്നോയുടെ സൈറ്റിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ രജിസ്ട്രേഷൻ എന്താണ്, ആർക്കൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇഗ്നോ ജനുവരി 2021 സൈക്കിളിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. അതായത് ജൂലൈ 2020 സെക്ഷനിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഇഗ്നോ നവംബർ 15 വരെ നീട്ടിയിരുന്നു. ഇപ്പോൾ 2021 ജനുവരി സൈക്കിളിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചത്, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഇത് രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. MP അതുപോലെ MPP MCA കോഴ്സുകൾക്ക് രജിസ്ട്രേഷൻ 2 ദിവസത്തിനുള്ളിൽ, അതായത് ഡിസംബർ 5 തീയതിയാണ് ആരംഭിക്കുക എന്ന് പറയുന്നത്. സർവകലാശാല ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർന്നിട്ടുള്ളവർക്കാണ് രജിസ്ട്രേഷൻ നടത്താൻ അവസരമുള്ളത്. ഇതുവരെയും ഏതെങ്കിലും കോഴ്സിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ, അതിൻ്റെ എന്തെങ്കിലും കാരണവശാൽ പഠനം മുടങ്ങിയ ആളുകളായിരിക്കും. അടുത്ത വർഷത്തേക്കോ അടുത്ത സെമസ്റ്ററിലേക്കോ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാത്ത ആളുകൾക്കും രജിസ്ട്രേഷൻ ചെയ്യാൻ അവസരമുണ്ട്. അപേക്ഷിക്കുന്നതിന് മുമ്പ് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കണമെന്ന് ഇഗ്നോ ആവശ്യപ്പെടുന്നു. അതെന്തൊക്കെ വിവരങ്ങളാണെന്നുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. കാരണം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി അതിനകത്ത് കൂടെ പറയുന്നുണ്ട്. നേരത്തെ ജൂലൈ 2020 സൈക്കിളിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഇഗ്നോ നവംബർ 15 വരെ നീട്ടിയിരുന്നു. ഇഗ്നോയുടെ ഡിസംബർ ടേം എൻഡ് പരീക്ഷ ഫെബ്രുവരിയിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഡിസംബർ 2020 സെഷനിലേക്കുള്ള ഓൺലൈൻ പ്രവേശനം ഡിസംബർ 15 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാനുള്ള ആളുകൾക്ക്, ഇനിയും പുതിയ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ അവർക്ക് ഡിസംബർ 15 വരെ ഡേറ്റ് ഉണ്ട്. ഇതാണ് രജിസ്ട്രേഷൻ ജനുവരി 2021 എന്നാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 15 ജനുവരി 2021 ആണ്. അപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ഒഫീഷ്യൽ പോർട്ടലാണ്. ഇത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ജനറലായിട്ട് ഇന്ത്യൻസിനും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഈ ഒരു രജിസ്ട്രേഷൻ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ സ്വന്തമായിട്ട് ഇമെയിൽ ID, മൊബൈൽ നമ്പറും കാര്യങ്ങളും വേണം. അതുവഴിയാണ് കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകൾക്കാണെങ്കിൽ അവർ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി അഥവാ പുതിയ രജിസ്ട്രേഷനാണ് ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കോഴ്സ് ഉണ്ട്. നിങ്ങൾ ആദ്യം ഓപ്റ്റ് ചെയ്തതിന് കോഴ്സ് ഏതാണോ അതിന് ഓപ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. കാരണം അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണല്ലോ നിങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തുക. നിങ്ങളുടെ ഈ പറയുന്ന പാസ്വേഡ് മറ്റു കാര്യങ്ങൾ ആർക്കും അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഇഗ്നോ പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതെന്തോ അത് കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അടുത്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം. ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 1 ഡേ എങ്കിലും നിങ്ങൾ മിനിമം വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആ ലാസ്റ്റ് ഡേറ്റിലേക്ക് നിൽക്കരുത്, പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണമെന്നും കൂടി ഇഗ്നോ പറയുന്നുണ്ട്. 2 സമയം നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഇഗ്നോ റീഫണ്ട് ചെയ്യും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മീൻസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. കാരണം അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ സബ്മിറ്റ് ഓഫ് പേയ്മെൻറ്റ് കൺഫർമേഷനൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. ഇത് രജിസ്ട്രേഷൻ ഫെസിലിറ്റി ഓപ്പൺ ചെയ്യുന്ന ഡിസംബർ 5 ഓപ്പൺ ചെയ്യുന്ന കോഴ്സുകളാണ് പറഞ്ഞത്. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആൻഡ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA പോലുള്ള കോഴ്സുകൾക്കാണ് ഡിസംബർ 5 ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡയലോഗ് ബോക്സ് കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ടു രജിസ്ട്രേഷൻ കൊടുക്കാം. ആ പ്രൊസീഡ് ടു രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ ഇതുപോലെ സൈൻ ചെയ്യാൻ, യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് സൈൻ ചെയ്യാൻ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റും ക്ലിക്ക് ചെയ്തിട്ട് സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് യൂസർ നെയിം ഉള്ള ആളുകൾക്ക്. ഇനി അതൊന്നല്ല, ന്യൂ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ്റെ ഓപ്ഷനുണ്ട്. റീസെറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷനും ഇതിലൂടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏതാണോ നിങ്ങളുടെ ഓപ്ഷൻ എന്നുള്ളത്, നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യാം. അതിൻ്റെ സൈറ്റാണ് igno.samart.edu.in എന്ന ഈ ഒരു സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.